നമസ്കാരം, റിയൽ ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. ആലപ്പുഴ മാന്നാറിൽ നിന്ന് സ്വർണ്ണക്കടത്ത് സംഘം യുവതിയെ തട്ടിക്കൊണ്ടുപോയ സംഭവം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷിക്കും. പോലീസ് എൻഫോഴ്സ്മെന്റിന് വിവരങ്ങൾ കൈമാറി തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെ സാമ്പത്തിക വിവരങ്ങളാണ് ഇഡി അന്വേഷിക്കുക. യുവതിയെ തട്ടിക്കൊണ്ടുപോയ വാഹനം പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതേസമയം ബിന്ദുവിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്താൻ കസ്റ്റംസ് തീരുമാനിച്ചു. വീട്ടിൽ എത്തിയാകും മൊഴി രേഖപ്പെടുത്തുക. തട്ടിക്കൊണ്ടുപോകലിന് കാരണമായ സ്വർണ്ണക്കടത്തിനെക്കുറിച്ചാകും കസ്റ്റംസ് അന്വേഷിക്കുക. ഏതെങ്കിലും തരത്തിൽ ബിന്ദു സ്വർണ്ണക്കടത്ത് സംഘത്തെ സഹായിച്ചിട്ടുണ്ടോ എന്നും കസ്റ്റംസ് അന്വേഷിക്കും. സംഭവത്തിൽ പോലീസും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. രാജ്യത്ത് ഇന്ധനവില ഇന്നും വർദ്ധിച്ചു. പെട്രോളിന് 28 പൈസയും ഡീസലിന് 25 പൈസയുമാണ് ഇന്ന് വർദ്ധിപ്പിച്ചത്. ഇതോടെ തിരുവനന്തപുരത്ത് പെട്രോളിന് ലിറ്ററിന് 93 രൂപ കടന്നു. 93 രൂപ 7 പൈസയാണ് തിരുവനന്തപുരത്ത് പെട്രോൾ വില. കൊച്ചിയിൽ പെട്രോൾ വില ലിറ്ററിന് 91 രൂപ 48 പൈസയായി. ഡീസലിന് ലിറ്ററിന് 86 രൂപ 11 പൈസയായി. 9 മാസത്തിനിടെ ഇന്ധനവില വർദ്ധിച്ചത് 21 രൂപയാണ്. 48 തവണകളിലായിട്ടാണ് ഈ വില വർധനവ് ഉണ്ടായിരിക്കുന്നത്. ഇന്ധനവിലയിലെ കേന്ദ്ര നികുതിയുടെ ഭാഗം കുറയ്ക്കാനാകില്ലെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ പക്ഷം. വരും ദിവസങ്ങളിലും പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിക്കുമെന്നാണ് വിവരങ്ങൾ. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. താമരശ്ശേരി ചുരത്തിൽ കർശന ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ചുരത്തിന് 9ാം വളവിനും 8ാം വളവിനും ഇടയിൽ മണ്ണിടിഞ്ഞതിനെ തുടർന്നാണ് കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ചുരം പുനരുദ്ധാരണ പ്രവൃത്തിയുടെ ഭാഗമായുള്ള നിയന്ത്രണത്തിന് പുറമെയാണിത്. ചെറു കാറുകളും ഇരുചക്ര വാഹനങ്ങളും മാത്രമേ ചുരത്തിലൂടെ കയറ്റിവിടുന്നുള്ളൂ. KSRTC മിനി ബസ്സുകൾ നടത്തുന്ന ചെയിൻ സർവീസുകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തി. ചുരം ഇടിഞ്ഞ ഭാഗത്ത് ബസ്സുകൾക്ക് കടന്നുപോകാൻ ആവാത്തതിനാൽ 9ാം വളവിന് താഴെ യാത്രക്കാരെ ഇറക്കി ചുരം ഇടിഞ്ഞ ഭാഗത്തുകൂടി നടന്ന് മറ്റൊരു ബസ്സിൽ കയറി വേണം അടിവാരത്തേക്ക് യാത്ര ചെയ്യാൻ. ദീർഘദൂര സർവീസുകൾ രാത്രിയിൽ ചുരത്തിലൂടെ കടന്നുപോയിരുന്നുവെങ്കിലും അതിനും ഇപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. 5 ദിവസത്തേക്ക് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ച മലയാളി മാധ്യമപ്രവർത്തകൻ സിദ്ദിഖാപ്പൻ രോഗശൈലിയിലായ മാതാവിനെ സന്ദർശിച്ച് തിരികെ ജയിലിലെത്തി. ഹദ്രാസിൽ ദളിത് പെൺകുട്ടി പീഡനത്തിനിരയായ സംഭവം റിപ്പോർട്ട് ചെയ്യാൻ പോകവെയാണ് സിദ്ദിഖാപ്പനെയും 3 പേരെയും UP പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതി ഉത്തരവനുസരിച്ച് UP പോലീസിന്റെ സുരക്ഷയിലായിരുന്നു കാപ്പന്റെ വീട്ടിലേക്കുള്ള യാത്രയും മടക്കവും. അസുഖബാധിതയായ മാതാവിനെ കാണാൻ കർശന ഉപാധികളോടെയാണ് കോടതി ജാമ്യം അനുവദിച്ചത്. കർശന ഉപാധികളോടെയാണ് കാപ്പന് സുപ്രീം കോടതി ഇടക്കാല ജാമ്യവും അനുവദിച്ചത്. കഴിഞ്ഞ ബുധനാഴ്ച വൈകിട്ടാണ് കാപ്പൻ കോഴിക്കോട് വിമാനത്താവളത്തിൽ ഇറങ്ങിയത്. പിറ്റേന്ന് രാവിലെയാണ് അദ്ദേഹം മലപ്പുറം വേങ്ങരയിലെ വീട്ടിലെത്തിയത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ഇന്ത്യൻ സന്ദർശനത്തിനൊരുങ്ങി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്. ഇന്ത്യ വേദിയാകുന്ന ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തുന്നത്. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്നതിന് ചൈനയിൽ നിന്നും എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് ചൈനീസ് വിദേശകാര്യ വക്താവ് വാങ് വെൽബിൻ പറഞ്ഞു. ഇന്ത്യയുമായി രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക മേഖലയിൽ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയാണ് ചൈനയുടെ ലക്ഷ്യമെന്നും കോവിഡ് തടയാനും സാമ്പത്തിക മേഖലയെ പുനരുജ്ജീവിപ്പിക്കാനും ബ്രിക്സ് ഉച്ചകോടിയിലൂടെ കഴിയുമെന്ന പ്രതീക്ഷയും ചൈനീസ് വക്താവ് വാങ് വെൻബിൻ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കാർഷിക നിയമങ്ങൾക്കെതിരെ കർഷകരുടെ രാജ്യവ്യാപക സമരം ഇന്ന്. താലൂക്ക്, ജില്ലാ ആസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് രാഷ്ട്രപതിക്ക് നിവേദനം നൽകും. 28-ന് 3ാം ഘട്ട സമരപരിപാടികൾ പ്രഖ്യാപിക്കാനുള്ള കൂടിയാലോചനകൾ തുടരുകയാണ്. ഡൽഹി അതിർത്തികളിലെ കർഷക സമരം 92ാം ദിവസം പിന്നിട്ടു. ഇതിനിടെ തിക്രിയിൽ നിന്ന് ഒഴിഞ്ഞുപോകാൻ ആവശ്യപ്പെട്ട് പോലീസ് നോട്ടീസ് പതിക്കാനെത്തിയതിനെതിരെ കർഷകർ പ്രതിഷേധിച്ചു. സമാധാനപരമായി സമരം തുടരുമ്പോൾ നോട്ടീസിന്റെ ആവശ്യമില്ലെന്നാണ് കർഷക സംഘടനകളുടെ പ്രതികരണം. അതേസമയം ചെങ്കോട്ട സംഘർഷക്കേസിലെ പ്രതി ലഖ സിദാനക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. UAEയിൽ വിമാനത്തിൽ വന്നിറങ്ങുന്ന യാത്രക്കാരിൽ കോവിഡ് ബാധ കണ്ടെത്തുന്നത് കുറവാണെന്ന് UAE സിവിൽ ഏവിയേഷൻ അതോറിറ്റി. 0.7% പേർക്ക് മാത്രമാണ് വിമാനത്താവളത്തിൽ നടത്തിയ പരിശോധനയിൽ COVID-19 സ്ഥിരീകരിച്ചത്. ലോക്ക്ഡൌണിന് ശേഷം വിമാന സർവീസ് പുനരാരംഭിച്ചതിന് പിന്നാലെ UAEയിലെ വിമാനത്താവളങ്ങളിൽ 27 ലക്ഷം പേരാണ് PCR പരിശോധന നടത്തിയതെന്ന് ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ വ്യക്തമാക്കി. ഇതിൽ വെറും 0.7 പേരിൽ മാത്രമാണ് രോഗബാധ സ്ഥിരീകരിക്കാനായത്. വിമാനത്താവളങ്ങൾ തുറന്നു നൽകിയതാണ് UAEയിൽ കോവിഡ് വ്യാപനത്തിന് കാരണം എന്ന നിലയിൽ നടക്കുന്ന പ്രചാരണം ശരിയല്ലെന്ന് ചൂണ്ടിക്കാട്ടുന്നതാണ് ഈ കണക്കുകൾ. ആഗോളതലത്തിൽ നിർദ്ദേശിക്കപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങളാണ് UAE വിമാനത്താവളങ്ങളിൽ പിന്തുടരുന്നതെന്ന് അതോറിറ്റി ചൂണ്ടിക്കാട്ടി.
ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. സ്വിഫ്റ്റ് കമ്പനി നീക്കം ഉപേക്ഷിക്കുക, ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, പുതിയ ബസ്സുകളിറക്കി KSRTCയെ ശക്തിപ്പെടുത്തുക, 100 കോടിയുടെ ആരോപണം, ഉന്നതതല അന്വേഷണം നടത്തുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷൻ കണ്ണൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷൻ കണ്ണൂർ യൂണിയന്റെ നേതൃത്വത്തിലാണ് കണ്ണൂർ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചത്. KPCC ജനറൽ സെക്രട്ടറി മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് AN രാജേഷ് അധ്യക്ഷത വഹിച്ചു. ജയകുമാർ ചൂളിക്കണ്ടി, VV ശശീന്ദ്രൻ, MK രവീന്ദ്രൻ, M ഹാഷിം, AP രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. മത്സ്യത്തൊഴിലാളികളെ സർക്കാരുകൾ നിരന്തരം ചൂഷണം ചെയ്യുകയാണെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. അടിക്കടിയുള്ള ഇന്ധനവില വർധനവ് അവരുടെ ജീവിതം ദുരിതപൂർണമാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു. മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം കടലിൽ പോയപ്പോഴാണ് അവരുടെ കഷ്ടപ്പാട് മനസ്സിലായതെന്നും മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഡൽഹിയിൽ മന്ത്രാലയം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുവെന്നും മത്സ്യത്തൊഴിലാളികൾക്കായി കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന വകുപ്പ് രൂപീകരിക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. മത്സ്യത്തൊഴിലാളികളുടെ കഠിനാധ്വാനത്തിന്റെ ഫലം കൊണ്ടുപോകുന്നത് മറ്റു ചിലരെന്നും അദ്ദേഹം പറഞ്ഞു. മത്സ്യത്തൊഴിലാളികളുടെ അധ്വാനത്തെ താൻ ആരാധിക്കുന്നുവെന്നും മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും ഒറ്റയടിക്ക് പരിഹരിക്കാനാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൊല്ലത്ത് മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം രാഹുൽ ഗാന്ധി കടൽ യാത്ര ചെയ്തു. വാടി തുറമുഖത്ത് നിന്നാണ് അദ്ദേഹം കടലിലേക്ക് പോയത്. വാടി ഹാർബറിൽ നിന്ന് മത്സ്യബന്ധന ബോട്ടിലാണ് മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം രാഹുൽ ഗാന്ധി സഞ്ചരിച്ചത്. രാഹുൽ കടൽ യാത്ര ചെയ്താണ് മത്സ്യത്തൊഴിലാളികളുടെ യാതനകൾ മനസ്സിലാക്കാനായത്. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. EMCC വ്യാജ സ്ഥാപനമെന്ന് അറിഞ്ഞുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ധാരണാപത്രം ഒപ്പിട്ടതെന്ന് കേന്ദ്രമന്ത്രി V മുരളീധരൻ. കമ്പനിയുടെ വിവരങ്ങൾ ആരാഞ്ഞ് സംസ്ഥാനം അയച്ച കത്തിന് കേന്ദ്രം മറുപടി നൽകിയിരുന്നുവെന്നും അത് പരിഗണിക്കാതെയാണ് സംസ്ഥാനം പദ്ധതിയുമായി മുന്നോട്ടു പോയതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. യോഗി ആദിത്യനാഥിന് മാത്രമായി ഒരു ഹിന്ദുത്വ രാഷ്ട്രമില്ലെന്നും BJPയുടെ പൊതുരാഷ്ട്രീയ നിലപാട് തന്നെയാണ് അതെന്നും കേന്ദ്രമന്ത്രി V മുരളീധരൻ പറഞ്ഞു. കേരളത്തിൽ 2 മുന്നണികളെയും പരാജയപ്പെടുത്തി കാര്യക്ഷമതയുടെയും സുതാര്യതയുടെയും മുഖമുദ്രയായി മാറുന്ന ഭരണമാണ് BJP ലക്ഷ്യമിടുന്നത്. BJPയുടെ എല്ലാ നേതാക്കളും ദേശീയതയുടെ രാഷ്ട്രീയം ഉയർത്തുന്നവരാണ്. ഹിന്ദുത്വം എന്നത് അപകർഷതാബോധത്തോടെ ഉച്ചരിക്കേണ്ട വാക്കല്ല എന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന നിർണായക ശക്തിയാകും BJP. പാർട്ടിയുടെ പ്രവർത്തകൻ എന്ന നിലയിൽ പാർട്ടി ആവശ്യപ്പെട്ടാൽ മാത്രം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡ്യൂട്ടിയിലുള്ള എല്ലാ ഉദ്യോഗസ്ഥർക്കും കോവിഡ് വാക്സിൻ നിർബന്ധമാക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ്. 17,730-ലധികം ബൂത്തുകൾ വേണം. 150 കമ്പനി കേന്ദ്രസേനയെ ആവശ്യപ്പെടുമെന്നും ടിക്കാറാം മീണ മാധ്യമങ്ങളോടായി പറഞ്ഞു. ഇലക്ഷൻ പ്രവർത്തനത്തിനുള്ള ഉദ്യോഗസ്ഥരെ മുന്നണി പോരാളികളായാണ് കണക്കാക്കുന്നത്. അതിനാൽ എല്ലാ ഉദ്യോഗസ്ഥർക്കും കോവിഡ് വാക്സിൻ നിർബന്ധമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കള്ളവോട്ട് തടയുന്നതിന് കർശന നടപടികളുണ്ടാകും. കേന്ദ്രസേനയെ മലബാറിൽ കൂടുതലായി വിന്യസിക്കും. രാഷ്ട്രീയ പാർട്ടികളെ സഹായിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. സ്ഥാനാർത്ഥികളുടെ ക്രിമിനൽ പശ്ചാത്തലം സംബന്ധിച്ച് മാധ്യമങ്ങളിൽ പരസ്യം നൽകണം. എന്തുകൊണ്ട് ഇവർക്ക് പകരം സ്ഥാനാർത്ഥികളില്ല എന്ന കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികളോട് ചോദിക്കും. പോളിംഗ് ഏജന്റുമാർക്ക് പൂർണ്ണ സംരക്ഷണം നൽകുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. ജനകീയ ക്ഷേമ പദ്ധതികളുമായി UDFന്റെ പ്രകടന പത്രിക തയ്യാറാകുന്നു. ന്യായ് പദ്ധതിക്ക് പുറമെ ബിൽ ഫ്രീ ആശുപത്രികളും തുടങ്ങും. സ്വകാര്യ ആശുപത്രികളിൽ സൗജന്യ ചികിത്സ ഒരുക്കും. ക്യാൻസർ, വൃക്ക രോഗം ഉൾപ്പെടെ ഗുരുതര രോഗങ്ങൾക്ക് ചികിത്സ സൗജന്യമാക്കും. വിദ്യാർത്ഥികൾക്കായി ലോൺ സ്കോളർഷിപ്പ് പദ്ധതി രൂപീകരിക്കും. ശബരിമല വിശ്വാസ സംരക്ഷണത്തിന് പ്രഥമ പരിഗണനയുണ്ടാകും. തുടങ്ങിയ കാര്യങ്ങൾ പ്രകടന പത്രികയിൽ ഉണ്ടാകുമെന്നാണ് സൂചനകൾ. UDF പ്രകടന പത്രികയുടെ കരട് ഉടൻ പുറത്തുവിടും. UDFന്റെ പ്രകടന പത്രിക തയ്യാറാക്കുന്നതിന് മുൻപ് ശശി തരൂരും ബെന്നി ബെഹനാനും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച് വിവിധ മേഖലകളിലെ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രകടന പത്രിക തയ്യാറാക്കുക. ഇക്കാര്യത്തിൽ ഏകദേശ ധാരണയായിട്ടുണ്ട്. ഇന്നലെ UDFന്റെ പ്രകടന പത്രിക തയ്യാറാക്കുന്ന കമ്മിറ്റി യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിലാണ് പ്രധാനപ്പെട്ട പല നിർദ്ദേശങ്ങളും ഉയർന്നു വന്നിരിക്കുന്നത്. ഈ മാസം അവസാനം തന്നെ പ്രകടന പത്രികയുടെ കരട് പുറത്തുവിടും. ജനകീയ ക്ഷേമ പദ്ധതികൾക്കാണ് UDF പ്രഥമ പരിഗണന നൽകുന്നത്. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. കതിരൂർ മനോജ് വധക്കേസിൽ 1-ാം പ്രതി വിക്രമനടക്കം 15 പ്രതികൾക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കരുത്, സാക്ഷികളെ സ്വാധീനിക്കരുത് എന്നതടക്കമുള്ള കർശന ഉപാധികളോടെയാണ് ജാമ്യം.
2014 RSS നേതാവ് കതിരൂർ മനോജ് കൊല്ലപ്പെട്ടത്. 2014 സെപ്റ്റംബർ 11 വിക്രമൻ അറസ്റ്റിലായി. കേസിൽ പി ജയരാജൻ അടക്കമുള്ള പ്രതികൾക്ക് കോടതി നേരത്തെ ജാമ്യം അനുവദിച്ചിരുന്നു. 2014 സെപ്റ്റംബർ 1 കതിരൂർ RSS നേതാവായിരുന്ന മനോജിനെ വാഹനത്തിനു നേരെ ബോംബെറിഞ്ഞ ശേഷം വണ്ടിയിൽ നിന്ന് വലിച്ചിറക്കി വെട്ടിക്കൊന്നത്. UAPA നിയമത്തിലെ 18, 15, 16, 19 വകുപ്പുകൾക്ക് പുറമെ കുറ്റകൃത്യത്തിനായുള്ള ഗൂഢാലോചന, അന്യായമായി സംഘം ചേരൽ, കലാപമുണ്ടാക്കാൻ ശ്രമം, മാരകായുധം ഉപയോഗിക്കൽ, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങളും ചേർത്താണ് CBI കേസിൽ അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ചത്. കേസിലെ 25ാം പ്രതിയായ പി ജയരാജൻ കേസിലെ മുഖ്യ സൂത്രധാരനാണെന്നാണ് CBI ആരോപിക്കുന്നത്. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. ബ്യൂട്ടി പാർലർ വെടിവയ്പ് കേസിൽ മുഖ്യപ്രതി രവി പൂജാരിയെ മാർച്ച് 8 കൊച്ചിയിലെത്തിക്കും. രവി പൂജാരിയെ എറണാകുളം ACJM കോടതിയിൽ ഹാജരാക്കാൻ ബാംഗ്ലൂരു കോടതി ഉത്തരവിട്ടു. കൊലപാതകം അടക്കമുള്ള കേസിൽ തെളിവെടുപ്പിനായി രവി പൂജാരിയെ ബാംഗ്ലൂരിൽ നിന്ന് മുംബൈയിൽ എത്തിച്ചിട്ടുണ്ട്. 8-ാം തീയതിയായിരിക്കും പൂജാരിയെ തിരികെ ബാംഗ്ലൂരിൽ എത്തിക്കുന്നത്. രവി പൂജാരിയെ എറണാകുളം ACJM കോടതിയിൽ ഹാജരാക്കണമെന്ന കൊച്ചി ക്രൈംബ്രാഞ്ചിന്റെ ആവശ്യമാണ് ബാംഗ്ലൂരു കോടതി അനുവദിച്ചത്. രവി പൂജാരിയെ കൊച്ചിയിലെത്തിക്കാൻ പരപ്പന അഗ്രഹാര ജയിൽ സൂപ്രണ്ടിന് കോടതി നിർദ്ദേശം നൽകി. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. ലൈഫ് മിഷൻ പദ്ധതിയിൽ യൂണിടാക് MD സന്തോഷ് ഈപ്പനെ പ്രതി ചേർത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പുതിയ കേസ് രജിസ്റ്റർ ചെയ്തു. UAE കോൺസുലേറ്റ് ജനറൽ അടക്കമുള്ളവർക്ക് സന്തോഷ് ഈപ്പൻ കോഴ നൽകിയെന്ന് ED പറയുന്നു. ഇന്ത്യൻ രൂപ വിദേശ കറൻസിയിലേക്ക് മാറ്റാൻ സന്തോഷ് ഈപ്പൻ, സ്വപ്ന അടക്കമുള്ള പ്രതികളെ സഹായിച്ചുവെന്നും ED പറയുന്നു. സന്തോഷ് ഈപ്പനെ ഉടൻ ചോദ്യം ചെയ്യുമെന്നാണ് വിവരം. കള്ളപ്പണം വെളുപ്പിക്കൽ വകുപ്പ് ചേർത്താണ് പുതിയ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഡോളർ മാറുന്നതിനായി സ്വപ്നയെ സന്തോഷ് ഈപ്പൻ സഹായിച്ചിരുന്നു. നിലവിൽ കേസിൽ സന്തോഷ് ഈപ്പനെ മാത്രമാണ് പ്രതി ചേർത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെട്ട SNC ലാവ്ലിൻ കേസിലെ വാദം സുപ്രീംകോടതി വീണ്ടും മാറ്റി. ജസ്റ്റിസ് UU ലളിത് അധ്യക്ഷനായ ബെഞ്ച് ഏപ്രിൽ 6 മാറ്റിയത്. ഏപ്രിൽ 6 കേസ് പരിഗണനയ്ക്കെടുത്താലും വാദം കേൾക്കാനുള്ള തീയതി നിശ്ചയിച്ച് മറ്റൊരു തീയതിയിലേക്ക് മാറ്റാനാണ് സാധ്യത. ഇന്ന് കേസിൽ വാദത്തിന് തയ്യാറാണെന്ന് CBI കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ കേസിൽ പ്രോസിക്യൂഷനു വേണ്ടി ഹാജരാകേണ്ടിയിരുന്ന സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത മറ്റൊരു കേസിൽ വാദിക്കുന്ന തിരക്കിലായിരുന്നു. അഡീഷണൽ സോളിസിറ്റർ ജനറൽ SP രാജുവാണ് കേസിൽ ഇന്ന് CBIക്ക് വേണ്ടി ഹാജരായത്. കേസ് ഇന്ന് വൈകിട്ടോ അടുത്ത ആഴ്ചയോ പരിഗണിക്കാൻ മാറ്റണമെന്ന് CBI ആവശ്യപ്പെട്ടു. എന്നാൽ ഇന്ന് മാറ്റിവെച്ചാൽ പിന്നീട് ഏപ്രിൽ 6 മാത്രമേ പരിഗണിക്കാൻ കഴിയൂ എന്ന് കോടതി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. സൗദിയിൽ കോവിഡ് ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ കഴിയുന്നവരുടെ എണ്ണം 500-ൽ താഴെയെത്തി. വാക്സിൻ സ്വീകരിച്ചവരും ആരോഗ്യ മുൻകരുതലുകൾ പാലിക്കുന്നത് തുടരണമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ജനുവരി പകുതിയോടെ 300-ഓളമായിരുന്നു രാജ്യത്തെ അത്യാസന്ന നിലയിലുള്ളവരുടെ എണ്ണം. തുടർന്നങ്ങോട്ട് കേസുകൾ പ്രതിദിനം വർദ്ധിച്ച് 5 ആഴ്ച കൊണ്ട് ഗുരുതരാവസ്ഥ 500-ന് മുകളിലെത്തി. രാജ്യവ്യാപകമായി നടന്നുവരുന്ന വാക്സിനേഷൻ പദ്ധതി കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിച്ചു. നിലവിൽ രാജ്യത്ത് എല്ലായിടത്തും വാക്സിൻ യഥേഷ്ടം ലഭ്യമാണെന്ന് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. 1ഉം 2ഉം ഡോസ് വാക്സിൻ സ്വീകരിച്ചവരും ആരോഗ്യ മുൻകരുതലുകൾ പാലിക്കുന്നതിൽ വിട്ടുവീഴ്ച കാണിക്കരുതെന്ന് ആരോഗ്യ മന്ത്രാലയ വക്താവ് ഓർമ്മിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. കോവിഡ് വ്യാപനത്തെ തടയുന്നതിനായി 10 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഒമാനിൽ പ്രവേശന വിലക്ക് ഏർപ്പെടുത്താൻ സുപ്രീം കമ്മിറ്റി യോഗം തീരുമാനിച്ചു. 5 ദിവസത്തേക്കാണ് വിലക്ക് ഏർപ്പെടുത്തുക. ലെബനോൺ, സുഡാൻ, സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ, നൈജീരിയ, താൻസാനിയ, ഗിനിയ, ഘാന, സിയാറ ലിയോൺ, എത്തോപ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ളവർക്കാണ് താൽക്കാലിക പ്രവേശന വിലക്ക് ഏർപ്പെടുത്താൻ സുപ്രീം കമ്മിറ്റി തീരുമാനിച്ചത്. ഒമാനിലേക്കുള്ള യാത്രയ്ക്ക് 14 ദിവസം മുമ്പ് ഈ രാജ്യങ്ങളിൽ സഞ്ചരിച്ച ട്രാൻസിറ്റ് യാത്രക്കാർ അടക്കമുള്ളവർക്കും വിലക്ക് ബാധകമായിരിക്കും. ഫെബ്രുവരി 25 അർദ്ധരാത്രി മുതലായിരിക്കും വിലക്ക് പ്രാബല്യത്തിൽ വരിക. ഒമാനി പൗരന്മാർ, നയതന്ത്ര പ്രതിനിധികൾ, ഒമാനിലെ ആരോഗ്യ പ്രവർത്തകർ, കുടുംബാംഗങ്ങൾ എന്നിവർക്ക് വിലക്ക് ബാധകമായിരിക്കില്ല. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. അടുത്ത ഘട്ടം വാക്സിനേഷൻ 60 വയസ്സിന് മുകളിലുള്ളവർക്ക് നൽകും. 2 വിഭാഗമാക്കി തിരിച്ച് ഒരു വിഭാഗത്തിന് വാക്സിൻ സൗജന്യമായിരിക്കുമെന്നാണ് റിപ്പോർട്ട്. സൗജന്യമായി ലഭിക്കാനുള്ള മാനദണ്ഡങ്ങൾ ആരോഗ്യ മന്ത്രാലയം ഉടൻ അറിയിക്കും. 60 വയസ്സിന് മുകളിലുള്ളവർക്കാണ് ആദ്യം വാക്സിൻ നൽകുക. 50 വയസ്സ് മുതൽ ഉള്ളവരെ പട്ടികയിൽ ഉൾപ്പെടുത്തും. 60 വയസ്സിന് മുകളിലുള്ളവരിൽ ശ്വാസകോശവുമായി ബന്ധപ്പെട്ട ഗുരുതര ആരോഗ്യ പ്രശ്നമുള്ളവർ, ഹൃദയ സംബന്ധമായി ഗുരുതര പ്രശ്നങ്ങളുള്ളവർ, ഗുരുതര വൃക്കരോഗമുള്ളവർ, ഗുരുതര കരൾ രോഗികൾ, പാർക്കിൻസൺസ്, പക്ഷാഘാതം, പ്രമേഹം, രക്തസമ്മർദ്ദം, അർബുദം എന്നിവയുള്ളവർക്കാണ് കോവിഡ് കാലത്ത് പ്രത്യേക പരിചരണം ആവശ്യമുള്ളത്. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള.
മ്യാൻമാർ സൈന്യത്തിന്റെ ഔദ്യോഗിക പേജ് ഫേസ്ബുക്ക് ഡിലീറ്റ് ചെയ്തു. ഞായറാഴ്ചയാണ് നടപടിയെടുത്തത്. ഫെബ്രുവരി 1-ന് മ്യാൻമാറിൽ നടന്ന പട്ടാള അട്ടിമറിയും തുടർന്ന് കഴിഞ്ഞ ദിവസം 2 പൗരന്മാർ പോലീസ് നടപടിയിൽ കൊല്ലപ്പെട്ടതിന് പുറമെയാണ് ഫേസ്ബുക്കിന്റെ ഈ നടപടി. സംഘർഷ സാധ്യതയുണ്ടാക്കാനുള്ള സാധ്യതകൾ പരിഗണിച്ചാണ് നടപടിയെന്നാണ് ഫേസ്ബുക്കിന്റെ വിശദീകരണം. ആഗോള നയത്തിന്റെ അടിസ്ഥാനത്തിൽ സംഘർഷ സാധ്യത കണക്കിലെടുത്താണ് പേജിനെതിരെ നടപടിയെടുത്തതെന്നാണ് ഫേസ്ബുക്ക് അറിയിക്കുന്നത്. എന്നാൽ സംഭവത്തോട് പ്രതികരിക്കാൻ മ്യാൻമാർ സൈന്യം തയ്യാറായില്ല. ശനിയാഴ്ച പ്രക്ഷോഭകാരികളും പോലീസും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 2 പ്രക്ഷോഭകാരികൾ കൊല്ലപ്പെട്ടിരുന്നു. അതിനുശേഷം മ്യാൻമാറിലെങ്ങും സംഘർഷാവസ്ഥയെന്നാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റായ www.realnewskerala.com സന്ദർശിക്കുക. നന്ദി.